ഹായ്, ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ യൂണിറ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡോക്യുമെൻറ്റേഷൻ യൂസിങ് എ വേർഡ് പ്രൊസസ്സർ. അപ്പം തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഹെഡർ ഫൂട്ടർ അടയുന്നത്, അതേപോലെ ഒരു ഡോക്യുമെൻ്റ് പ്രിൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, കട്ട് പേസ്റ്റ് ടെക്സ്റ്റ് എഡിറ്റിംഗ് എങ്ങനെയാണ്, അതിൻ്റെ കളർ ചേഞ്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആരെങ്കിലും കാണാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ മുകളിലെ ലിങ്കിൽ പോയിട്ട് അത് കാണാം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഒരു മെയിൽ മെർജ് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്കാണ്. ഓക്കെ, നിങ്ങൾ കേൾക്കാൻ ചാൻസ് കുറവുള്ളൊരു ഭാഗമാണ്, പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെയിൽ മെർജ്. അതേപോലെ പിന്നെ രണ്ട് ചെറിയ ചെറിയ ടോപ്പിക്കുകൾ, തിസോറസ്, അതേപോലെ ഇമേജ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, സിമ്പിൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, സ്മാർട്ട് ആർട്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്ലിപ്പ് ആർട്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആൻഡ് മെയിൽ മെർജ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു എസ്സേ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. അപ്പം ഓരോന്നും നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം തിസോറസ്. പേര് കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇറ്റ്സ് അലോ യു ടു വ്യൂ സിനോണിംസ്. നിങ്ങൾ ഏതെങ്കിലും ഒരു വേർഡ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുമ്പം ആ വേർഡിൻ്റെ സിനോണിംസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻബിൽട്ടായിട്ട് വേർഡിൽ തന്നെ എന്തുണ്ട്, ഓപ്ഷൻ ഉണ്ട്. അതാണ് തിസോറസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് റിവ്യൂ ടാബിലാണുള്ളത്. റിബണിൽ റിവ്യൂ ടാബിൽ പോകാം. നിങ്ങൾ അവിടെ ക്ലിക്ക് തിസോറസ് ബട്ടൺ ഓൺ ദി പ്രൂഫിംഗ് ഗ്രൂപ്പ്. അവിടെ പ്രൂഫിംഗ് എന്നുള്ള ഗ്രൂപ്പിൽ തിസോറസ് ബട്ടൺ കാണും. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഒരു മെനു തുറന്നു വരും. അവിടെ റൈറ്റ് സൈഡിൽ സ്ക്രീനിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതാണോ സിനോണിംസ് കിട്ടേണ്ട വേർഡ് അതിന് ഒരു നിങ്ങൾക്ക് കിട്ടേണ്ട വേർഡിൻ്റെ എന്താണോ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. വേർഡിൽ പോകുന്നു, ആദ്യം റിവ്യൂ ടാബിൽ പോകുന്നു. ഇവിടെ നിങ്ങൾ പ്രൂഫിലിങ്ങിൽ നോക്കിയാൽ കാണാം തിസോറസ്, ദിസ് വൺ കാണുന്നുണ്ടല്ലോ അല്ലേ. ഈ തിസോറസ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ റൈറ്റ് സൈഡിൽ വരും സിനോണിംസ്. ഏതാണോ വേണ്ടത് അതിൻ്റെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ജസ്റ്റ് ഗോ എന്ന് ടൈപ്പ് ചെയ്തു. അത് ഞാനിവിടെ സെർച്ച് ചെയ്തു. സോ അതിനൊരുപാട് അറ്റംപ്റ്റ്സ് വന്നു. ഞാൻ ഇനി വേറൊരു വേർഡ് സേ ഗുഡ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അതിന് സിനോണിംസ് ആയിട്ട് ഡീസൻറ്റ്, റെസ്പെക്ട്, മോറൽ, സോ നോബിൾ, വേർത്തി, അങ്ങനെ. അതായത് ആ ഒരു വേർഡിന് സിനോണിംസ് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ ഒരു ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സിനോണിംസ് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ തന്നെ വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ആ പ്രോപ്പർ സെറ്റ് ചെയ്യുന്ന വേർഡ് ഏതാണോ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഇരുന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ഹെൽപ്ഫുൾ ടൂളാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, റിവ്യൂ ടാബിൽ പോയിട്ട് തിസോറസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ റൈറ്റ് സൈഡിൽ വരും. അവിടെ നിങ്ങൾക്ക് വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ സിനോണിംസ് അവർ കാണിച്ചു തരും. ഓക്കെ, ക്ലിയർ. ഈ രണ്ടാമത്തത് സിമ്പിൾ ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഇത് നിങ്ങൾ ഒരുവിധം എല്ലാവരും ചെയ്യുന്നത് തന്നെയായിരിക്കും. അതായത് എങ്ങനെയാണ് നിങ്ങൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ സിമ്പിൾസ്, അതായത് ഈ ആരോ മാർക്ക് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് അത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. സോ പ്ലേസ് ദ കഴ്സർ ഇൻ ദ ഡോക്യുമെൻറ്റ്. എവിടെയാണോ നിങ്ങൾക്ക് സിമ്പിൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടർ വേണ്ടത് അവിടെ എന്ത് ചെയ്യുക, കഴ്സർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓൺ ഇൻസേർട്ട് ടാബ്, ഇൻസേർട്ട് ടാബിലാണ് ഇപ്പോൾ ഉള്ളത്. ക്ലിക്ക് സിമ്പിൾസ്, ക്ലിക്ക് സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. അതൊന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിമ്പിൾ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഞാൻ കാണിക്കുന്നത് സിമ്പിളാണ്. ഇൻസേർട്ട് ടാബ് പോവുക, സിമ്പിൾ ക്ലിക്ക് ചെയ്യുക, അതിന് ഏതാണോ വേണ്ടത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ട്രയാങ്കിൾ ഉണ്ടാവും, റെക്റ്റാങ്കിൾ ഉണ്ടാവും, സർക്കിൾ ഉണ്ടാവും, അങ്ങനെ സിമ്പിൾസ് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ചൂസ് ചെയ്ത് കൊടുക്കാനാണ് ഈ ഒരു സ്റ്റെപ്പ്. ഓക്കെ, നെക്സ്റ്റ് ഇൻസേർട്ട് ക്ലിപ്പ് ആർട്ട്. ക്ലിപ്പ് ആർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. പിക്ചർ പോലെ തന്നെ ഒരു കാർട്ടൂൺ ടൈപ്പ് ഫിഗേഴ്സ് ആണ് ക്ലിപ്പ് ആർട്ട് എന്ന് പറയുന്നത്. അഗെയിൻ ഇൻസേർട്ട് ക്ലിപ്പ് ആർട്ട് ആയതുകൊണ്ട് തന്നെ അഗെയിൻ ഇറ്റ് ഈസ് ഫ്രം ഇൻസേർട്ട് മെനു ആണ്. സോ റിബണിൽ ഇൻസേർട്ട് മെനുവിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പം എവിടെയാണോ ആദ്യം ക്ലിപ്പ് ആർട്ട് വേണ്ടത് അവിടെ നിങ്ങൾ കഴ്സർ കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യുക, ഇൻസേർട്ട് മെനു ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഇൻസേർട്ട് ടാബിൽ ക്ലിപ്പ് ആർട്ട് കാണാം നിങ്ങൾക്ക്. അത് ക്ലിക്ക് ചെയ്താൽ അവിടെ നിന്ന് ഒരുപാട് ഓപ്ഷൻസ് കാണും. അതിൽ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങളെ ആ ഡോക്യുമെൻറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലിപ്പ് ആർട്ട് ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇൻസേർട്ട് പിക്ചേഴ്സ്, ഒരു പിക്ചർ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഒരു ഫോട്ടോ എന്തെങ്കിലും നിങ്ങൾ വേർഡ് ഡോക്യുമെൻറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനെന്ത് ചെയ്യാൻ മതി, ഇൻസേർട്ട് മെനു പോവുക, പിക്ചർ എന്നുള്ള ഓപ്ഷൻ കാണും. നിങ്ങൾ ഇൻസേർട്ട് ടാബിൽ ആ പിക്ചർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്രൗസ് ചെയ്തിട്ട് എവിടെയാണോ നിങ്ങൾ ഡോക്യുമെൻറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ ഉള്ളത് അത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചൂസ് എ പിക്ചർ ആൻഡ് ക്ലിക്ക് ഇൻസേർട്ട് ചെയ്താൽ അത് ആ പേജിൽ അവിടെ വരും. അതിൻ്റെ റീസൈസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റും. അത് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാനൊക്കെ പറ്റും. ഓക്കെ, അങ്ങനെയാണ് പിക്ചർ ആഡ് ചെയ്യുന്നത്. ഇനി സ്മാർട്ട് ആർട്ട് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. നിങ്ങളൊരു എന്താ പറയുക, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് സ്മാർട്ട് ആർട്ട്. സോ അതിന് നിങ്ങളുടെ കഴ്സർ എവിടെയാണോ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ആർട്ട് വേണ്ട അവിടെ കഴ്സർ വെക്കുന്നു.
ക്ലിക്ക് ഇൻസേർട്ട് ബട്ടൺ, ക്ലിക്ക് സ്മാർട്ട് ആർട്ട് ബട്ടൺ. അപ്പം ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുക അവിടെ. അതൊന്ന് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്മാർട്ട് ആർട്ട് അത് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇൻസേർട്ട് ബട്ടൺ പോവാം, ഇവിടെ സ്മാർട്ട് ആർട്ട് കാണാം നിങ്ങൾ. സ്മാർട്ട് ആർട്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം നിങ്ങൾക്ക്, ഒരുപാട് ടൈപ്പ് ഓഫ് സ്മാർട്ട് ആർട്സ്. അപ്പോൾ അതിൽ ഇപ്പം ഓൾ ലിസ്റ്റ്, ഇപ്പം കാറ്റഗറീസ് വെച്ച് നോക്കാം നിങ്ങൾക്ക്. സൈക്കിളിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ടൈപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു എടുത്താൽ ഓക്കെ. അപ്പോൾ അത് വരും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സ്മാർട്ട് ആർട്ട്. ഇതൊരു എക്സാമ്പിൾ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഇൻസേർട്ട് മെനുവിലാണ് ഈ സ്മാർട്ട് ആർട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത് സ്മാർട്ട് ആർട്ട്. ഈ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് നല്ലോണം ഓർത്ത് വെക്കാം. ദെൻ വാട്ടർമാർക്ക് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ് കാണിച്ചു തന്നിട്ടുണ്ട്. ക്ലിക്ക് ഓൺ പേജ് ലേഔട്ട് ടേബിളാണ് വാട്ടർമാർക്ക് ഉള്ളത്. ക്ലിക്ക് ദ വാട്ടർമാർക്ക് ബട്ടൺ ഓൺ ദ പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പ്. ചൂസ് എ വാട്ടർമാർക്ക് സ്റ്റൈൽ ഓർ ക്ലിക്ക് കസ്റ്റം വാട്ടർമാർക്ക്. അത് ഞാൻ തൊട്ട് മുന്നേ ക്ലാസ് കാണിച്ചിട്ടുണ്ട്, അവിടെ എഴുതിയിട്ടില്ലായിരുന്നു, ഇവിടെ ഞാനത് കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് അത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻസേർട്ട് വേർഡ് ആർട്ട് നിങ്ങൾ ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. വേർഡ് അല്ലേ, ഒരു കുറച്ച് ആർട്ട് ടൈപ്പിലുള്ള വേർഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനാണ്, ടെക്സ്റ്റ് ആഡ് ചെയ്യാനാണ് വേർഡ് ആർട്ട് ഉപയോഗിക്കുന്നത്. ക്ലിക്ക് ഓൺ ഇൻസേർട്ട് ടാബ്, ക്ലിക്ക് ഓൺ വേർഡ് ആർട്ട് ബട്ടൺ, ചൂസ് എ സ്റ്റൈൽ, എഡിറ്റ് വേർഡ് ആർട്ട് ടെക്സ്റ്റ് ഡയലോഗ് ബോക്സ്, ടൈപ്പ് എ ടെക്സ്റ്റ് യു ആണ്. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ്. ഇൻസേർട്ട് ടാബിലാണുള്ളത്. അതിൽ വേർഡ് ആർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ ഒരുപാട് സ്റ്റൈൽ കാണാം, ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ടെക്സ്റ്റ് ഡയലോഗ് ബോക്സിൽ പോയിട്ട് ടൈപ്പ് ചെയ്തെടുത്താൽ ആ വേർഡ് ആർട്ട് ആ രീതിയിൽ മാറി കിട്ടും. ഓക്കെ, സോ ഇത് വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാൻ പെട്ടെന്ന്. ഇൻസേർട്ട് മെനുവിൽ ഒരു എ എന്നുള്ള സിമ്പിൾ കാണും, വേർഡ് ആർട്ട്. ഇതാണ് വേർഡ് ആർട്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കാണും. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റൈൽ വേണമെങ്കിൽ ചൂസ് ചെയ്ത് കൊടുക്കുക. അതിലിവിടെ ടെക്സ്റ്റിൻ്റെ സമയത്ത് എന്തെങ്കിലും ഒരു ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അതിവിടെ വേർഡായിട്ട് വരും. അതിൻ്റെ സൈസും സ്പേസും അല്ലെങ്കിൽ സ്ഥലമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. സൈസ് ഡ്രാഗ് ചെയ്താൽ സൈസൊക്കെ മാറും. ഓക്കെ, ഇതാണ് വേർഡ് ആർട്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സ്റ്റെപ്പുകൾ ഓർത്ത് വെക്കുക, അത് ചെയ്യാനൊക്കെ എല്ലാം പറ്റും. ഈ സ്റ്റെപ്പ് വൈസ് എഴുതാനാണ് ചിലപ്പം ഒരു ബുദ്ധിമുട്ടുണ്ടാവും എക്സാമിന്. അപ്പോൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇൻസേർട്ട് വേർഡ് ആർട്ടിൽ വരുന്നത്. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മെയിൽ മെർജ്. ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാൻ ചാൻസ് കുറവാണ്. ആദ്യം ഒരു ബ്രീഫായിട്ട് ഞാൻ ഐഡിയ തരാം. മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ മെയിൽ, അതായത് ഒരേ കണ്ടൻറ് ഉള്ളത് ഒരുപാട് പേർക്ക് സെൻഡ് ചെയ്യണം. അപ്പം ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു പാരൻസ് മീറ്റിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം കോളേജിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുകയാണെങ്കിൽ അതിലെ കണ്ടൻറ് എല്ലാം എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതിൽ കുറച്ച് ഭാഗമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ അല്ലേ. ഏതാ ഡിഫറൻസ് ഉള്ള ഭാഗം? അതായത് 2 അഡ്രസ്സ് ഡിഫറെൻ്റ് ഉണ്ടാവും അല്ലേ, ആർക്കാണ് പോകുന്നത്. അതായത് ഓരോ കുട്ടിയുടെ പാരൻറ്റിൻ്റെ നെയിമും അവരുടെ അഡ്രസ്സും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും ഒരു ലെറ്ററിൽ. അത് മാത്രം ഡിഫറെൻ്റ്, ബാക്കിയെല്ലാം എന്താണ്, സെയിം ആണ്. അപ്പോൾ ഒരു 500 അല്ലെങ്കിൽ കോളേജിൽ മൊത്തം ഒരു 1500 പേർക്ക് മെയിൽ അയക്കണം, 1500 പാരൻസിനും ഒരു മെയിൽ അയക്കണം. അപ്പോൾ അതിലെന്ത് ചെയ്യണം, നമ്മൾ 1500 ഡിഫറെൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ലെറ്റർ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചേഞ്ചസ് ഉള്ള ഭാഗം മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ മെയിൽ മെർജ് ഓപ്ഷൻ വെച്ചിട്ട് മെർജ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അതായത് ഒരു 1500 പേരുടെയും ഡാറ്റാബേസ് ഉണ്ടാക്കി വെക്കും ആദ്യം നമ്മൾ. അപ്പം 1500 പിള്ളേരുടെ പാരൻറ്റിൻ്റെ ഡീറ്റെയിൽസും അവരുടെ എന്താ പറയുക അഡ്രസ്സൊക്കെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെക്കും ഡാറ്റാബേസിൽ. അത് നമ്മൾ എന്ത് ചെയ്യും, ചൂസ് ചെയ്തിട്ട് ഒരു ലെറ്റർ ടൈപ്പ് ചെയ്ത് നമ്മൾ ഒറ്റ ക്ലിക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്രയാണോ നമുക്ക് ആവശ്യമുള്ള നമ്പർ അത്രയും നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ലെറ്റേഴ്സ്, അതായത് 2 അഡ്രസ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഐഡിയ. നമുക്കൊന്ന് നോക്കാം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട്. സോ ഇറ്റ് പ്രൊവൈഡ് എ വേ ടു ക്രിയേറ്റ് കസ്റ്റം ഡോക്യുമെൻറ്റ്സ് ഫോർ മാസ് മെയിലിംഗ്. സോ ഇറ്റ് ഈസ് മെയിൻലി യൂസിങ് ഫോർ മാസ് മെയിലിങ്ങിനാണ്. ഒരുപാട് ആൾക്കാർക്ക് ഒരുമിച്ച് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെയിൽ മെർജ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇൻ മെനി ഒക്കേഷൻ വി വാണ്ട് ടു സെൻഡ് സെയിം ലെറ്റർ ടു എ നമ്പർ ഓഫ് പേഴ്സൺ. സോ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരേ ലെറ്റർ ഒരുപാട് പേർക്ക് അയക്കേണ്ട കേസിലാണ്, സെയിം കണ്ടൻ്റ് ഉള്ള ലെറ്റർ ഒരുപാട് പേർക്ക് അയക്കേണ്ട കേസിലാണ് നമ്മൾ ഈ മെയിൽ മെർജ് ഉപയോഗിക്കുന്നത്. The letter is the same except some minor changes like name and address of recipient. So അതിലെ ലെറ്റർ കണ്ടന്റ് എല്ലാം സെയിം ആയിരിക്കും, അവിടെ 2 ഫ്രം അഡ്രസ്സുകൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലെറ്റേഴ്സാണ് മെയിൽ മെർജിൽ മെയിനായിട്ട് വരുന്നത്. മെയിൽ മെർജ് കണ്ടെയ്ൻ 2 പാർട്സ്, മെയിൻ ഡോക്യുമെൻറ്റ് വിത്ത് സോഴ്സ്. ഈ മെയിൻ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണോ കണ്ടന്റ്, ഇപ്പോൾ PTA മീറ്റിംഗ് ആണെങ്കിൽ ഇന്ന ദിവസം
ഈ ഡേറ്റിന് ഈ സമയത്ത് PTA മീറ്റിംഗ് ചെയ്തിട്ടുണ്ട്, അതാണ് കണ്ടൻറ്റ്, അതാണ് മെയിൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഡാറ്റാ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരുടെ പാരൻസിൻ്റെ അഡ്രസ് ഡീറ്റെയിൽസ് ഒരു ഉദാഹരണം പറഞ്ഞു, അതാണ് ഡാറ്റാ സോഴ്സ്, അതായത് അഡ്രസ്സ്, അതാണ് ഡാറ്റാ സോഴ്സിൽ. അപ്പോൾ രണ്ട് പാർട്ടുണ്ട് ഒരു മെയിൻ മെർജിൽ, മെയിൻ ഡോക്യുമെൻറ്റും ഡാറ്റാ സോഴ്സും. മെയിൻ ഡോക്യുമെൻറ്റിൽ നമ്മൾ എന്താണോ കണ്ടൻറ്റ് ലെറ്റർ അതാണ് വരിക. ഡാറ്റാ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ചേഞ്ചസ് ആയിട്ടുള്ള ഭാഗങ്ങൾ, അതായത് ടു അഡ്രസ്സ്, നെയിം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡാറ്റാ അഡ്രസ്സിൽ വരുന്നത്, ഡാറ്റാ സോഴ്സിൽ വരുന്നത്. Main document, a letter with the same basic information to several individuals. Data source usually name, address, etc. This called field. ഓരോന്നിനെയും നമ്മൾ ഫീൽഡ് എന്ന് പറയും. ഇനി നമുക്ക് മെയിൽ മെർജിൻ്റെ ഓരോ സ്റ്റെപ്പ് നോക്കാം. ഒരു 6 ഡിഫറെൻറ്റ് സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ എക്സാമിന് ഒരു എസ്സേ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതണം. എന്താണ് മെയിൽ മെർജ് ചെയ്തിട്ട് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ സ്റ്റെപ്പ് നോക്കി വെക്കുക. ഞാനത് ഓരോന്നും ഡെമോ കാണിച്ചു തരാം. സ്റ്റെപ്പ് ടു കംപ്ലീറ്റ് മെയിൽ മെർജ് പ്രോസസ്. ഫസ്റ്റ് ഓപ്പൺ ഓർ ക്രിയേറ്റ് ഡോക്യുമെൻറ്റ്. ഒരു പുതിയ വേർഡ് നമ്മൾ തുറക്കുന്നു, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ക്ലിക്ക് സ്റ്റാർട്ട് മെയിൽ മെർജ് ഓൺ ദ മെയിലിംഗ് റിബൺ ആൻഡ് സെലക്ട് ദ ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ് യു വുഡ് ലൈക്ക് ടു ക്രിയേറ്റ്, ഫോർ എക്സാമ്പിൾ ലെറ്റർ, എൻവലപ്പ്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു വേർഡ് തുറന്നിട്ട് അതിൽ മെയിലിംഗ് എന്നുള്ള ടാബ് ഉണ്ട് റിബണിൽ. ഓക്കെ, അത് തുറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർട്ട് മെയിൽ മെർജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കും. എന്ത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണ് നിങ്ങൾക്ക് അയക്കാനുള്ളത്, ലെറ്റർ ആണോ എൻവലപ്പ് ആണോ എന്നൊക്കെ ഉള്ളത്, അതെല്ലാം നമ്മൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഓരോ സ്റ്റെപ്പ് കാണിക്കുമ്പോൾ അതിൻ്റെ ഡെമോ കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഒരു ന്യൂ ഡോക്യുമെൻറ്റ്, ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് തുടങ്ങുകയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ മെയിലിംഗ് ടാബിലാണ് ആദ്യം. ഇപ്പോൾ റിബണിൽ മെയിലിംഗ് ടാബ് പോയി ഇവിടെ നമുക്ക് കാണാം സ്റ്റാർട്ട് മെയിൽ മെർജ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റൈലുണ്ട് ഇവിടെ. ലെറ്റർ ആണോ, ഇമെയിൽ ആണോ, എൻവലപ്പ് ആണോ, ലാബിലാണോ, എന്താണോ വേണ്ടത് ചൂസ് ചെയ്ത്. ഞാൻ തൽക്കാലം ഒരു ലെറ്ററാണ് എനിക്ക് അയക്കേണ്ടത്, ആ ലെറ്റർ ഫോർമാറ്റ് ചൂസ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ക്ലിയർ? ഇനി രണ്ടാമത്തത് ഓപ്പൺ ഓർ ആഡിങ് റെസിപ്പിയൻറ്റ് ടു മെയിൽ മെർജ് ഡാറ്റാബേസ്. നമ്മളിപ്പോൾ മെയിൽ മെർജ് ഡാറ്റാബേസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡാറ്റാ സോഴ്സ് എന്നുള്ള രണ്ടാമത്തെ ഭാഗത്തിൽ എന്താ ഉണ്ടാവുക, ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക. നമുക്ക് മെയിൽ ചെയ്യാനുള്ള ആൾക്കാരുടെ അഡ്രസ്സ്, നെയിം, അങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് അവിടെ ഉണ്ടാവുക. ആ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഡാറ്റാബേസ് ക്രിയേഷൻ ആണ്, അത് മെയിൽ മെർജ് ഡാറ്റാബേസ് എന്ന് പറയും. അത് നമ്മൾ ചെയ്യേണ്ടത് ക്ലിക്ക് സെലക്ട് റെസിപ്പിയൻറ്റ് ഓൺ മെയിലിംഗ് റിബൺ. ഇപ്പം മെയിലിംഗ് എന്നുള്ള റിബണിൽ ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത സ്റ്റാർട്ട് മെയിൽ മെർജിന് തൊട്ടടുത്ത സ്റ്റെപ്പായിട്ട് കാണാം അവിടെ മെയിലിംഗ് എന്നുള്ളൊരു ഭാഗം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ നിങ്ങൾക്ക് റെസിപ്പിയൻ്റ് അഡ്രസ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതാണ് സെലക്ട് റെസിപ്പിയൻറ്റ് എന്നുള്ള ഈ ഒരു ടാബ്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്താൽ അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ക്രിയേറ്റ് ന്യൂ ഡാറ്റാബേസ്, അതായത് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഡാറ്റാബേസ് എല്ലാം പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം, അതായത് പുതിയ ആൾക്കാർ, അതിൽ അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ പുതിയത്. രണ്ടാമത് യൂസ് എക്സിസ്റ്റിംഗ് ലിസ്റ്റ്. രണ്ടാമത് എന്താണ്, ഓൾറെഡി ഉള്ള ഒരു ലിസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ റീയൂസ് ചെയ്യുക. അതായത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഡാറ്റാബേസ് നിന്ന് ആർക്കെങ്കിലും നമുക്ക് മെയിൽ ചെയ്യുമെങ്കിൽ അത് ഉപയോഗിക്കാം. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തത് സെലക്ട് ഫ്രം ഔട്ട്ലുക്ക് കോൺടാക്ട്. ഔട്ട്ലുക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാം, അതിൽ ഒരുപാട് കോൺടാക്റ്റുകളുണ്ട്. അതിലേക്കാണ് നിങ്ങൾക്ക് മെയിൽ ചെയ്യണമെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം റെസിപ്പിയൻറ്റിനെ നിങ്ങൾക്ക് 3 രീതിയിൽ സെലക്ട് ചെയ്യാം. ഒന്ന് പുതിയത് ഉണ്ടാക്കുന്നു, അതാണ് ക്രിയേറ്റ് ന്യൂ ഡാറ്റാബേസ്. രണ്ടാമത്തത് യൂസ് എക്സിസ്റ്റിംഗ് ലിസ്റ്റ്, ഓൾറെഡി ഉള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് തേർഡ് വൺ സെലക്ട് ഫ്രം ഔട്ട്ലുക്ക്. ഇങ്ങനെ 3 രീതിയിൽ. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. നമ്മുടെ ഈ ആദ്യം സെലക്ട് ടൈപ്പൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു. രണ്ടാമത്തത് ഇതാണ് ഇവിടെ കാണാം നിങ്ങൾക്ക്, സെലക്ട് റെസിപ്പിയൻറ്റ് എന്നുള്ളത്. അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ നേരത്തെ കാണിച്ച പോലെ 3 ഓപ്ഷൻ ഉണ്ട്. ടൈപ്പ് ന്യൂ ലിസ്റ്റ്, പുതിയ ലിസ്റ്റ് ഉണ്ടാക്കാനാണ്. രണ്ടാമത്തത് യൂസ് ആൻഡ് എക്സിസ്റ്റിംഗ് ലിസ്റ്റ്, ഓൾറെഡി ഉള്ളത് എക്സിസ്റ്റ് ചെയ്യാൻ. ചൂസ് ഫ്രം ഔട്ട്ലുക്ക് കോൺടാക്ട്, ഔട്ട്ലുക്ക് എന്ന് എടുക്കാണ്. ഞാൻ ഓൾറെഡി ഇതിലൊന്നും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഒരു പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ടൈറ്റിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കമ്പനി, അഡ്രസ് ലൈൻ 1, അഡ്രസ് ലൈൻ 2, സ്റ്റേറ്റ്, പിന്നെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പം സാധാരണ നമ്മൾ അഡ്രസ്സ് ചെയ്തുമ്പോൾ ഇത്രയും ഒന്നും ആവശ്യം ഉണ്ടായി വരില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് മാത്രം മതിയെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കസ്റ്റം കോളം, കസ്റ്റമൈസ് കോളം ഇവിടെ കാണും നിങ്ങൾക്ക്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കണ്ടൻറ്റ് ഓൾറെഡി ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് നിർത്തിയിട്ട് ബാക്കിയുള്ളത് ഒഴിവാക്കാം. തൽക്കാലം ഈ ആഡ് എനിക്ക് വേണ്ട, ഞാനത് ഡിലീറ്റ് ചെയ്തു. ഫസ്റ്റ് നെയിം ആവശ്യമുണ്ട്, ലാസ്റ്റ് നെയിം തൽക്കാലം വേണ്ട, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നിർത്താം. ദെൻ ഒരു എക്സാമ്പിൾ, കമ്പനി നെയിം വേണ്ട, ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്തതിനെല്ലാം ഒഴിവാക്കാം. അഡ്രസ് ലൈൻ 1 അവിടെ നിന്നോട്ടെ, ബാക്കി ഒഴിവാക്കാം. 2 ഒഴിവാക്കി. സിറ്റി, സ്റ്റേറ്റ് ഞാൻ നിൽക്കുന്നു. സിപ്പ് കോഡ് തൽക്കാലം ഒഴിവാക്കുന്നു. കൺട്രി, റീജിയൻ, ഇത് നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ളതാണ്. ഹോം ഫോൺ ഒഴിവാക്കുന്നു.
വർക്ക് ഫോൺ ഒഴിവാക്കുന്നു, ആൻഡ് ഇമെയിൽ അഡ്രസ്സ് ഒഴിവാക്കുന്നു. അപ്പം ഫസ്റ്റ് നെയിം, അഡ്രസ് ലൈൻ, സ്റ്റേറ്റ്. ഇനി എനിക്ക് പുതിയൊരു ഫീൽഡ് വേറെ വേണം, ഇതിൽ ഓൾറെഡി ഇല്ലാത്ത ഏതെങ്കിലും പുതിയ ഫീൽഡ് വേണം, മൊബൈൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ. ഓക്കെ, അപ്പോൾ ആ ഫീൽഡ് ഇവിടെ ആഡ് ആയി. അപ്പം ഈ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഡാറ്റാബേസിന് 4 ഫീൽഡേ ഉള്ളൂ: ഫസ്റ്റ് നെയിം, അഡ്രസ് ലൈൻ, സ്റ്റേറ്റ്, മൊബൈൽ നമ്പർ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും ആഡ് ചെയ്യാം, ഞാൻ തൽക്കാലം ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നിട്ട് അതിന് ഞാൻ ഓക്കെ കൊടുത്തു. ഇപ്പോൾ കണ്ടോ, നേരത്തെ ഒരുപാട് ഫീൽഡ് 4 ഫീൽഡായി. ഫസ്റ്റ് നെയിം ഞാൻ എ എന്ന് കൊടുത്തു, അഡ്രസ് ലൈൻ ഞാൻ ക്യൂ എന്ന് കൊടുത്തു, ഇഷ്ടമുള്ള പോലെ സ്റ്റേറ്റ് കേരള, മൊബൈൽ നമ്പർ ഞാൻ 1 2 3 കൊടുത്തു. അപ്പോൾ ഇത് ഓരോ ഇതിന് പോകാൻ ടാബ് അടിച്ചാൽ മതി. ടാബ് കീ അടിച്ചാൽ ഓരോരോ കോളത്തിലേക്ക് ഇങ്ങനെ ഓൾറെഡി പോയിക്കോളും. ഓക്കെ, ടാബ് കീ ആണ് പ്രസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ആളെ ഞാനൊരു ബി എന്ന് കൊടുത്തു, ടാബ് കീ പ്രസ് ചെയ്തു. അയാളുടെ അഡ്രസ്സ് ഡബ്ല്യു കൊടുത്തു, ടാബ് കീ പ്രസ് ചെയ്തു. സ്റ്റേറ്റ് കൊടുത്തു, ടാബ് പ്രസ് ചെയ്തു. 4 5 6 നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം കേട്ടോ. അഗെയിൻ ടാബ് കീ പ്രസ് ചെയ്തു. മൂന്നാമത്തെ ആൾ സി. ഞാൻ തൽക്കാലം ഒരു 3 ഡാറ്റാബേസ് ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, സി ടൈപ്പ് ചെയ്തു. അയാൾ ഇ എന്നുള്ള അഡ്രസ്സ് കൊടുത്തു, DL 789. നിങ്ങൾക്ക് എങ്ങനെയാണ്, എത്രയാണോ നിങ്ങൾക്ക് ഇത്രയും ആൾക്കാരുടെ ഡീറ്റെയിൽസ് വേണം അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എത്ര വേണോ അത്രയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഇത് സേവ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഇവിടെ മൈ ഡാറ്റാബേസിൽ ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു പേരിൽ സേവ് ചെയ്ത് കൊടുക്കുന്നു. ഞാനിവിടെ ഓപ്പൺ തൽക്കാലം ഒരു പേര് കൊടുക്കുന്നു. അതായത് നിങ്ങൾ ഡാറ്റാബേസ് ഉണ്ടാക്കുമ്പോൾ അതിന് പേര് കൊടുക്കുക, പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സേവ് അടിച്ചു. ഇപ്പോൾ ഞാൻ ഡാറ്റാബേസ് എന്തുണ്ടാക്കി, അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. Then customize field or column in the new address list. We may wish to delete or add field type of your mail document. ഇതിപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീൽഡുകൾ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതിൽ നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ കൊടുത്തില്ല. അതിന് ഓരോന്നിനെയും പറയുന്നതാണ് എന്ത്, ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീൽഡ് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ അപ്പം കാണിച്ചു. ദെൻ ഫോർത്ത്, ഇൻസേർട്ട് മെർജ് ഫീൽഡ് ഇൻ ദ ഡോക്യുമെൻറ്റ്. നമ്മൾ ഡോക്യുമെൻറ്റിലേക്ക് മെർജ് ഫീൽഡ് ചെയ്യണം. തൽക്കാലം ഞാൻ ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, 2. ഞാൻ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല. അടിയിൽ ഇവിടെ സാർ എന്തെങ്കിലും ടൈപ്പ് ചെയ്തു. ഓക്കെ, വട്ടവർ നമ്മൾ കണ്ടന്റ് ഇവിടെ ടൈപ്പ് ചെയ്തു. ഇതാണ് എൻ്റെ ലെറ്റർ. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്താ പറഞ്ഞത് നോക്കൂ, ഇൻസേർട്ട് മെർജ് ഫീൽഡ് ഇൻ ദ ഡോക്യുമെൻറ്റ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ടു ഇൻസേർട്ട് ഫീൽഡ് ഓൺ യുവർ ഡോക്യുമെൻറ്റ് ക്ലിക്ക് ഇൻസേർട്ട് മെർജ് ഫീൽഡ് ഓൺ ദ മെയിലിംഗ് റിബൺ. നിങ്ങൾ മെയിലിംഗ് റിബണിൽ പോവുക. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് ഒരു ഭാഗം ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇവിടെ കാണാം നിങ്ങൾക്ക് ഇൻസേർട്ട് മെർജ് ഫീൽഡ് കണ്ടോ, ഇൻസേർട്ട് മെർജ് ഫീൽഡ്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പം ഉണ്ടാക്കിയിട്ടുള്ള ആ ഡാറ്റാബേസിലെ ഫീൽഡുകൾ മാത്രമേ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയ ഡാറ്റാബേസിൽ 4 ഫീൽഡേ ഉണ്ടായിരുന്നുള്ളൂ: ഫസ്റ്റ് നെയിം, അഡ്രസ് ലൈൻ, സ്റ്റേറ്റ്, മൊബൈൽ നമ്പർ. ഈ ഫീൽഡ് മാത്രമേ കാണിക്കുള്ളൂ. ഞാൻ അതിവിടെ ഫസ്റ്റ് നെയിം കൊടുത്തു. അപ്പോൾ അതങ്ങനെ വരും. അയാളുടെ അഡ്രസ് ലൈൻ കൊടുത്തു, ആൻഡ് സ്റ്റേറ്റും ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ എവിടെയെങ്കിലും ഒരു മൊബൈൽ നമ്പർ ഈസ് ലെറ്ററാണ്, അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ എനിക്ക് മൊബൈൽ നമ്പർ ഈസ് എന്നുള്ള ഇവിടെ ഞാൻ കഴ്സർ വെച്ചിട്ട് സ്പേസ് അടിച്ച് അവിടെ ഇൻസേർട്ട് മൊബൈൽ നമ്പർ എന്നുള്ള ഫീൽഡും കൊടുത്തു. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഫസ്റ്റ് നെയിം, ഇവിടെ വേറെ ഒന്നും വന്നിട്ടില്ല. അഡ്രസ് ലൈൻ, ആ ഫീൽഡ് എന്താണ്, ആ ഫീൽഡിൻ്റെ നെയിം മാത്രമാണ് ഇവിടെ വരിക. അപ്പം നമ്മൾ എവിടേക്കാണോ നമുക്ക് ഈ ഫീൽഡുകൾ ആവശ്യമുള്ളത്, അതായത് ചേഞ്ചസ് ഉള്ള സാധനങ്ങൾ ഉള്ളത്, അപ്പോൾ ഒരു പാരൻറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ വരും, അയാളുടെ മൊബൈൽ നമ്പർ വരും, അങ്ങനെ കൊടുത്താണ് ഞാൻ. ഓക്കെ, അപ്പം ആ ഫീൽഡ് ഇവിടെ അതേപോലെ കാണിച്ചു തരും. ഇതാണ് ഫോർത്ത് സ്റ്റേജ്, ഇൻസേർട്ട് മെർജ് ഫീൽഡ്. അപ്പം എവിടേക്കാണോ മെർജ് ഫീൽഡ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കൊണ്ടുപോയി വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ്, ഫിഫ്ത്ത് സ്റ്റെപ്പ്, പ്രിവ്യൂ മെയിൽ മെർജ് ലെറ്റർ. ഇപ്പോൾ നിങ്ങൾ ലെറ്റർ ടൈപ്പ് ചെയ്തു, അതിൽ അഡ്രസ്സും ആൾക്കാരെ ആഡ് ചെയ്തു, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, അതിൽ കസ്റ്റമൈസ് ചെയ്തു, നിങ്ങൾക്ക് ആവശ്യമുള്ളതാക്കി മാറ്റി, പിന്നെ മെർജ് ഫീൽഡ് കൊടുത്തു. എവിടേക്കാണോ ഈ ഫീൽഡ് ആവശ്യമുള്ളത്, ഡിഫറൻസ് ഉള്ള സാധനങ്ങൾ വരുന്നത് അവർക്ക് കൊടുത്തു. ദെൻ ആ ചെയ്ത സാധനം പ്രിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിവ്യൂ മെയിൽ മെർജ് ലെറ്റർ. ബിഫോർ യു പ്രിൻറ്റ് യുവർ ലെറ്റർ യു ഷുഡ് പ്രിവ്യൂ ദം ടു ചെക്ക് ഫോർ എറേഴ്സ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കാണാം നിങ്ങൾക്ക് പ്രിവ്യൂ എന്നുള്ളത് കാണാം. ഇതാ പ്രിവ്യൂ റിസൾട്ട്.
അപ്പം ഇവിടെ ഫസ്റ്റത്തെ ആളുടെ ഒരാളുടെ ഇവിടെ കാണിച്ചു തരും. അയാളുടെ പേര് എ എന്നായിരുന്നു, അഡ്രസ്സ് ക്യൂ എന്ന് KL കൊടുത്തു. ഇവിടെ കാണാം 1. ഇനി രണ്ടാമത്തെ ആളുടെ ബി ആയിരുന്നു, WTN. മൂന്നാമത്തെ ആൾ നോക്കുക, ഇവിടെ മൊബൈൽ നമ്പർ ഉണ്ടാവും മാറുന്നത് 456, അത് നോക്കണം നിങ്ങൾ. അപ്പം നമ്മൾ കൊടുത്ത ഓരോ ഫീൽഡും ഇവിടെ നിന്ന് മാറി 789 ആയി, C ആയി ഇതായി. അപ്പം നമുക്ക് എത്രയാണോ ഈ അഡ്രസ്സ് ഡാറ്റാബേസിൽ നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത്രയും ആൾക്കാർക്ക് ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഇവിടെ എന്ത് ചെയ്തു, ഫോം ചെയ്തു. എന്തൊക്കെ ചേഞ്ച് ചെയ്തു? നമ്മൾ ഇവിടെ കൊടുത്ത മെർജ് ഫീൽഡ് എല്ലാം ഓരോ ലെറ്ററിനും ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രിവ്യൂ ചെയ്തു. ലാസ്റ്റ് സ്റ്റെപ്പ് ഫിനിഷ് മെയിൽ മെർജ് ഡോക്യുമെൻറ്റ്. നമ്മൾ മെയിൽ മെർജ് ഡോക്യുമെൻറ്റ് ചെയ്ത് ചെയ്തു ഫിനിഷ് ചെയ്യാൻ വേണ്ടി. ഇവിടെ കാണാം നിങ്ങൾക്ക് ഫിനിഷ് മെർജ്. ഇതിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്റ് എന്തെങ്കിലും അടിക്കാം. ഞാൻ തൽക്കാലം എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്റ് അടിച്ചു. അപ്പം എല്ലാം വേണമെന്ന് ചോദിച്ചു, എത്ര എണ്ണം വേണമെന്നുള്ളത് ഞാൻ ഓൾ ഡോക്യുമെൻ്റ് അടിച്ചു. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എ, അയാളുടെ അഡ്രസ്സ് ഇവിടെ നെയിം നമ്മൾ കൊടുത്ത ഫീൽഡ് അത് വന്നു, അയാളുടെ അഡ്രസ്സ് വന്നു, അയാളുടെ സ്റ്റേറ്റ് വന്നു, അയാളുടെ മൊബൈൽ നമ്പർ ഇവിടെ വന്നു. ഒരു പേജ്. തൊട്ട് താഴെ നോക്കൂ, രണ്ടാമത്തെ പേജ് ബി, WTN, അയാളുടെ മൊബൈൽ നമ്പർ ഇവിടെ ചേഞ്ച് ആയി. തൊട്ട് താഴെ C, അയാളുടെ അഡ്രസ്സ്, സ്റ്റേറ്റ്, അയാളുടെ മൊബൈൽ നമ്പർ ചേഞ്ച്. മൂന്നെണ്ണം നമ്മൾ കൊടുത്തിട്ടപ്പോൾ 3 ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഫോം തന്നു. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ഇങ്ങനെ ലെറ്റേഴ്സ് ആവശ്യമുള്ള അത്രയും അഡ്രസ്സ് കൊടുത്താൽ അത്രയും ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഇവിടെ എന്ത് ചെയ്യും, ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാകെ വേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രാവശ്യം ഈ സെയിം ആൾക്കാർക്ക് അയക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ട, പുതിയ ലിസ്റ്റ് ഉണ്ടാക്കണ്ട. ഓൾറെഡി ഉള്ള ലിസ്റ്റ് അവിടെ ഉണ്ട് അല്ലേ, നിങ്ങൾ കണ്ടു ഓപ്ഷൻസ്. ഓൾറെഡി ഉള്ള ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്തിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ മെയിൽ മെർജ് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരുമ്പോൾ ഒരു essay ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. ഓക്കെ. After you have to review your document, you are ready to finalize them by completing the merge. Click finish and merge button on the mailing ribbon. നമ്മൾ ചെയ്തു. അപ്പോൾ എല്ലാ ലെറ്ററും അവിടെ ഫോം ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം, മെയിൽ ചെയ്യാം. അത്രയും ലെറ്റേഴ്സ് അവിടെ റെഡിയാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് ടോട്ടൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ആദ്യം പറഞ്ഞത്. തിസോറസ്, മെയിൽ, ഇമേജ് ആഡ് ചെയ്യുന്നത്, ക്ലിപ്പായിട്ട് ആഡ് ചെയ്യുന്നത്, അങ്ങനെ സ്മാർട്ടായിട്ട് ആഡ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. ദെൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൽ മെർജും കൂടെ ഒന്ന് നോക്കണം നിങ്ങൾ. ആ മെയിൽ മെർജ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് 6 ഡിഫറെൻറ്റ് സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് തന്നെ ഓർത്ത് വെക്കുക. അപ്പം അത് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം ഇൻ ഫ്യൂച്ചറിൽ. അപ്പോൾ അത് നല്ലോണം ഓർത്ത് പഠിക്കാൻ നോക്കുക. ഇത്രയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി എന്തെങ്കിലും നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.